ആക്രമണം ഉണ്ടായാൽ മാത്രം തിരിച്ചടിക്കുമെന്നും സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. MC നാസർ വിവരവുമായി വരുന്നത്. നാസർ, ഈ അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? അജിംസ്, തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ കഴിഞ്ഞ 8 ദിവസമായി തുടർന്നു വന്ന ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയൻ അല്പം മുമ്പാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങുകയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ മാത്രമായിരിക്കും തിരിച്ചടിക്കുക. അതല്ലാതെയുള്ള എല്ലാ ആക്രമണങ്ങളും നിർത്തിവെക്കുന്നതായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയൻ നടത്തിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം പിന്നിട്ട ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുമാർ ഇറാനിൽ നിന്ന് വന്നത്. അത് മാത്രമല്ല, സാമ്പത്തിക രംഗത്തും ദൈനംദിന ജീവിത രംഗത്തും ഗൾഫ് രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ ആക്രമണ പശ്ചാത്തലത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന തിരക്കിട്ട ചില നയതന്ത്ര നീക്കങ്ങളിലൂടെയാണ് ഇറാൻ ഈ ഒരു പിന്മാറ്റം പ്രഖ്യാപിച്ചതെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഔദ്യോഗികമായിട്ടുള്ള മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും എന്തായാലും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഒരു ഏറ്റുമുട്ടലേ ഇല്ല എന്ന ഇറാൻ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കെ വലിയ തോതിലുള്ള ഒരു മാറ്റമായിരിക്കും ഈ പ്രഖ്യാപനത്തോട് രൂപപ്പെടാൻ പോകുന്നത്. കാരണം തങ്ങളുടെ മണ്ണിൽ നിന്ന് ഒരു നിരക്കും ഇറാന് നേരെയുള്ള ഒരു ആക്രമണവും ഉണ്ടാവുകയില്ല എന്ന് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇറാന് ഉറപ്പു നൽകുക കൂടി ചെയ്തതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കൃത്യമായിട്ടുള്ളത് ഉടമ്പടിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്ക് നേരെയുള്ള മുഴുവൻ ആക്രമണങ്ങളും നിർത്തിവെച്ചതായാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ പ്രഖ്യാപനം വലിയ തോതിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. പൂർണ്ണമായിട്ടുള്ള മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാന്റെ ഈ പ്രഖ്യാപനം വലിയ തോതിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുമെന്ന ഒരു വിലയിരുത്തലും പ്രത്യാശയുമാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ സംഘർഷങ്ങൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം നേരിട്ട ഏറ്റവും കടുത്ത തീക്ഷ്ണമായിട്ടുള്ള തിരിച്ചടിക്ക് കൂടിയാണ് ഇതോടെ അറുതിയായിരിക്കുന്നത്. എന്തായാലും ഏകപക്ഷീയമായിട്ടുള്ള ഒരാക്രമണവും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവുകയില്ല എന്ന വളരെ സുദൃഢമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയൻ നടത്തിയിരിക്കുന്നത്. അജിൻ ഇക്കാര്യം അറിയിച്ചത്. ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ മാത്രം തിരിച്ചടിക്കുമെന്നും സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. MC നാസർ വിവരണം നൽകാനായി ചേർന്നു. നാസർ, ഈ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണത്. അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാകും ഉദ്ദേശിച്ചുണ്ടാകും. ഒരു യുദ്ധവിരാമത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യഘട്ട സൂചനയാണോ ഇത്? തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് 8 ദിവസം വലിയ തോതിലുള്ള ആശങ്കയും നടുക്കവും സൃഷ്ടിക്കപ്പെടുന്ന ഒന്നായിരുന്നു. നിരന്തരമായിട്ട് ഡ്രോണുകളും മിസൈലുകളും ഗൾഫ് നഗരങ്ങൾക്ക് മേൽ ഇറാനിൽ നിന്ന് വന്നു വീണിട്ട് വലിയ തോതിലുള്ള ഭയാശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഏതാനും പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് വളരെ ശക്തമായിട്ടുള്ള ചില നയതന്ത്ര നീക്കങ്ങൾ നടക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറാന് ഇടക്കാല നേതൃ കൗൺസിലിന്റെ തീരുമാനം പ്രസിഡന്റ് മസൂദ് പെസസ്കിയനാണ് അല്പം മുമ്പ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അയൽ രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ആക്രമണം ഉണ്ടാകില്ല, ആക്രമണം നിർത്തിയിരിക്കുന്നു. പക്ഷെ വല്ല ആക്രമണവും ഗൾഫ് മേഖലയിൽ നിന്ന് ഇറാന് നേരെ വരികയാണെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ മാത്രമേ തിരിച്ചടി ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയൻ മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സംഭവിച്ച കാര്യങ്ങളിൽ തങ്ങൾക്കും പ്രയാസമുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു നിലയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാവില്ല. മേഖലയുടെ സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്താൻ നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾ കൂടി അഭിമുഖീകരിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയൻ അറിയിച്ചിരിക്കുന്നത്. ഇടക്കാല നേതൃ കൗൺസിലിന്റെ തീരുമാനമായതുകൊണ്ട് രാജ്യം ഒരുമിച്ച് കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. എന്തായാലും നിലവിലുള്ള ഈ വിമാന സർവീസുകൾ, നിലച്ചത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഇതോടുകൂടി പരിഹരിക്കപ്പെടും എന്ന് ഉറപ്പായി
ആയിരിക്കുകയാണ്. കാരണം ദുബൈ എയർപോർട്ടിന്റെ പ്രവർത്തനം രാവിലെ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു. അതിപ്പോൾ വൈകിട്ട് മുതൽ പുനരാരംഭിക്കാനും സർവീസുകൾ പുനരാരംഭിക്കാനുമുള്ള തീരുമാനം ദുബൈ വിമാനത്താവള അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നു. അഥവാ അതായത് നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുള്ളവർക്ക് മാത്രമേ എയർപോർട്ടിലേക്ക് വരാമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ ഖത്തർ എയർവേസും അതോടൊപ്പം തന്നെ സൗദി ഉൾപ്പെടെയുള്ള എല്ലാ വിമാന സർവീസുകളും അടുത്ത 24 മണിക്കൂറുകളിൽ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗൾഫിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള സന്നിഗ്ധമായിട്ടുള്ള ഈ സംഘർഷ സാഹചര്യമാണ് ഇതോടുകൂടി ഒഴിവാകുന്നത്. എന്തായാലും ഈ മേഖലയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാനെ ഒരു ആക്രമണവും ഉണ്ടാവുകയില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള നീക്കങ്ങൾ കൂടിയാണ് ഒടുവിൽ എല്ലാ ആക്രമണവും നിർത്തിവെക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ സമാധാനത്തോടു കൂടിയാണ് ഗൾഫിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളും അതോടൊപ്പം തന്നെ മറ്റ് പ്രവാസികളും സ്വദേശികളും ഒക്കെ ഇറാന്റെ ഈ തീരുമാനത്തെ കാണുന്നത്. അതേസമയം ഓർമ്മ കടലെടുക്കുമ്പോൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘടന വിധിയും തുടരും. അത് സ്വാഭാവികമായിട്ടും ചരക്ക് കയറ്റം, ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ളവയെ പ്രതികൂലമായിട്ട് ബാധിക്കപ്പെട്ട ആ പ്രതിസന്ധി എത്ര കാലം നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും അയൽ രാജ്യങ്ങളായിട്ടുള്ള ആറ് ഗൾഫ് രാജ്യങ്ങളുടെ നേരെയുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെച്ചതായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇടക്കാല നേതൃ കൗൺസിലിന്റെ ഈ തീരുമാനമാണ് താൻ അറിയിക്കുന്നത് എന്ന് കൂടി മസൂദ് പെസസ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഈ ആക്രമണം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് കേവലം ഇറാന്റെയോ US-ന്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ മാത്രം ആവശ്യമല്ല, മറിച്ച് അതിനിടയിൽ പെട്ടുപോയി ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒമാന്റെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയത് എന്നൊരു സൂചനകളൊക്കെ ഉണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അക്കാര്യം സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ഒമാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ടോ നാസർ? അനീഷ, ഔദ്യോഗികമായിട്ട് ഒമാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ദുഃഖം തുറമുഖം ഉൾപ്പെടെ ഒമാനിലെ ചില ഭാഗങ്ങളിലേക്ക് നടന്ന ഡ്രോണാക്രമണം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ഇറാൻ വ്യക്തമാക്കിയത് ഒമാന് നേരെ ഇതുവരെ തങ്ങൾ ഒരു ആക്രമണവും നടത്തിയിട്ടില്ല എന്നാണ്. ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് കൂടി വ്യക്തമാക്കിയിരുന്നു. കാരണം അത്രയേറെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന ഒരു ഗൾഫ് രാജ്യം കൂടിയാണ് ഒമാൻ ഇറാനുമായി എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ തിരക്കിട്ട ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. കാരണം ഈ ആക്രമണ പരമ്പരകൾ തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ കുറെ കൂടി കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുകയും അത് മേഖലയുടെ സുരക്ഷയെയും കെട്ടുറപ്പിനെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന ഒരു ആശങ്കയും പടർന്നിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് നേരത്തെ തന്നെ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നയതന്ത്ര ദൗത്യം നിർവഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രി ഫസൽ ഖുസൈദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഫ്രാൻസ്, തുർക്കി ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള ചൈനയും വളരെ ശക്തമായിട്ടുള്ള ചില നയതന്ത്ര നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്താൻ ഇറാനെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടാണുള്ളത്. കാരണം അയൽ രാജ്യമായിട്ടുള്ള ഇറാനുമായി സമീപകാലത്തെ ഏറ്റവും നല്ല ബന്ധമായിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെയും നിലനിർത്തിപ്പോകുന്നത്. ചൈനയുടെ മധ്യസ്ഥതയിലാണ് സൗദിയും ഇറാനും തമ്മിലും വലിയ തോതിലുള്ള ഒരു ആത്മബന്ധം രൂപപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഈ സംഘർഷം രൂപപ്പെട്ടതും വളരെ ഏകപക്ഷീയമായിട്ടുള്ള കടന്നാക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്ന് തുടർന്നതും. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് നിരന്തരമായിട്ട് ഗൾഫ് രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുമാർ തുടർന്നുകൊണ്ടിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ സംഘർഷത്തിലേക്ക് ഈ മേഖല മാറുമെന്ന ഒരു ഭയാശങ്കയും രൂപപ്പെട്ടിരുന്നു. എന്തായാലും ഇറാനും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിൽ നടന്ന അനൗപചാരികമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്താൻ ഇപ്പോൾ ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇറാന് നേരെയുള്ള തങ്ങളുടെ ആക്രമണം ശക്തമായിട്ട് തുടരുമെന്ന് അമേരിക്കയും ഇസ്രായേലും അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട്.